അപ്പുകുമാറിന്റെ കാര്യം മാറ്റിവെച്ചാൽ പോലും ഇപ്പുറത്ത് എന്തായിരുന്നു മാനദണ്ഡം എന്നുള്ളത്. ഇപ്പോൾ വീണ ജോർജിനെ പോലെ ഒരാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെയാണ് ഈ പാർട്ടിയിലേക്ക് തന്നെ വന്നത്. പിണറായി വിജയൻ സർക്കാർ രണ്ടാം ടേം പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ പാർട്ടിയിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്നെങ്കിലും പറയാൻ സാധിക്കും. അവിടെ മന്ത്രി എന്നതായിരുന്നു പരിഗണനാ വിഷയം എന്നാണ് നേരത്തെ രാജു എബ്രാഹിമിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വരുമ്പോൾ അത് പിണറായിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പാർട്ടി പിണറായിയുടെ നേതൃപാടവത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പിണറായി കേന്ദ്രീകരിച്ചു പോകുന്നത് നല്ലതാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം വരുന്നത്. അതെന്തുമാകട്ടെ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായിസം എന്നത് മാത്രമായി വീണ്ടും മാറുന്നു. അതാണ് ഈ അംഗങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയിലൂടെയും മനസ്സിലാകുന്നത് എന്ന നിലയിലേക്കൊരു വിലയിരുത്തൽ ശക്തമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും CPM വീണ്ടും പിണറായിൽ കേന്ദ്രീകരിക്കുകയാണ്. നമുക്കറിയാം, ഈ സമ്മേളന കാല തുടക്കത്തിൽ പ്രത്യേകിച്ചും ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ, ലോക്കൽ സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ പിണറായിക്കെതിരെ ഒരു വലിയ നീക്കം പാർട്ടിയിൽ നടക്കുന്നു. അതിന് ആയുധമായത്, അതിന് മുന്നിൽ നിന്നത് PV അൻവർ എന്ന നിലമ്പൂർ MLA ആയിരുന്നു. അതിന് പിന്നിൽ CPMലെ പ്രധാനികൾ തന്നെയുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അൻവർ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു. പേര് പറഞ്ഞെങ്കിൽ പോലും CPMൽ തന്നെയാണ് തന്നെ അങ്ങനെ ഇറക്കി വിട്ടത്. അത് പിണറായി വിജയൻ ലക്ഷ്യമിട്ടായിരുന്നു, മുഹമ്മദ് റിയാസ് ലക്ഷ്യമിട്ടായിരുന്നു. അത് ആദ്യം തിരിച്ചറിഞ്ഞത് പിണറായി തന്നെയാണ്. അൻവറിനെ അദ്ദേഹം പുകച്ചു പുറത്തു ചാടിച്ചു. അൻവർ പുറത്തുള്ളയാളാണ്, കോൺഗ്രസിലേക്ക് പോകേണ്ടയാളാണ്, അൻവർ CPM അല്ല എന്ന് പിണറായി പ്രഖ്യാപിച്ചതോടുകൂടി CPM നേതാക്കൾ, ഈ എതിർത്ത് നിന്ന ആളുകൾ അങ്കലാപ്പിലായി. അവർ പിണറായിക്ക് വേണ്ടി സ്തുതിപാടി വീണ്ടും രംഗത്ത് വന്നു. ഈ അൻവറിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. പിന്നീട് സമ്മേളനങ്ങളുടെ ഗതി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ കൂടി വന്നതോടുകൂടി പിണറായിക്കെതിരായ വിമർശനങ്ങൾ പോലും കുറഞ്ഞു വന്നു. സംസ്ഥാന സമ്മേളനത്തിൽ അത് തീരെ ഇല്ലാതായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന, അതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ പിണറായി ആഗ്രഹിച്ചവർ, പിണറായിക്ക് താല്പര്യമുള്ളവർ തന്നെയാണ് 99% ഈ നേതൃസ്ഥാനങ്ങളിലേക്ക് വന്നത് കൂടി ശ്രദ്ധിക്കണം. ഒരുപക്ഷെ പിണറായി വിരുദ്ധർ ഒന്നുകൂടി പറയും, കുറച്ച് കടന്നു പറയുന്നത്, ഇത് പിണറായിയുടെ മാത്രം താല്പര്യമല്ല, മുഹമ്മദ് റിയാസ് എന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗത്തിന് കൂടി താല്പര്യം, അല്ലെങ്കിൽ റിയാസിന്റെ ഭാവി കൂടി സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന വിമർശനം കൂടി, അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ കൂടി ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്നുണ്ട്. തുറന്നു പറയാൻ തയ്യാറാകില്ല. മുഹമ്മദ് റിയാസ് ഭാവിയിൽ CPMന്റെ വലിയ നേതാവായി ഉയർന്നു വരാൻ സാധ്യതയുള്ളയാളാണ്. ആ റിയാസിന് കൂടി വേണ്ടിയുള്ള ഒരു കളമൊരുക്കലാണ് ഇപ്പോഴത്തെ ഈ കമ്മിറ്റികൾ, സെക്രട്ടേറിയറ്റ് രൂപീകരണവും ഒക്കെ എന്ന് പറയുന്നവർ കൂടിയുണ്ട്. MP രാജേഷ് വളരെ സീനിയറാണ്. മുഹമ്മദ് റിയാസിനെയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തവണ സെക്രട്ടറി വന്ന PK ബിജുവിനേക്കാളൊക്കെ സീനിയറായ നേതാവാണ് MP രാജേഷ്. കഴിഞ്ഞ തവണ അദ്ദേഹം സംസ്ഥാന സമിതി സെക്രട്ടറി വരേണ്ടതായിരുന്നു. പക്ഷേ നിയമസഭാ സ്പീക്കർ ആയതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും മന്ത്രിയാണ്, പ്രധാനപ്പെട്ട മന്ത്രിയാണ്, പാർലമെന്ററി കാര്യ മന്ത്രിയാണ്. അത്തരം ഒരാൾ സംസ്ഥാന സെക്രട്ടറിക്ക് സ്വാഭാവിക എൻട്രിയായി വരേണ്ടതായിരുന്നു. പക്ഷേ MP രാജേഷിനെ ഉൾപ്പെടുത്തിയില്ല. അതിലും ചില അസ്വാഭാവികതകൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് രാജേഷ് വന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് നിന്ന് AK ബാലൻ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് സംസ്ഥാന സമിതി ഒഴിയുമ്പോൾ അവിടെ ഒരു നേതാവ് പാലക്കാട് പ്രതിനിധിയായി പോലും വന്നിട്ടില്ല. അവിടെയും ചില അസ്വാഭാവികതകളുണ്ട് എന്ന് വിലയിരുത്തലുകൾ സജീവമാണ്, ശക്തമാണ്. അത്തരത്തിൽ നിരവധി പേരുകൾ നമുക്ക് ഇനിയും ചൂണ്ടിക്കാട്ടാനാകും. P ജയരാജൻ ഒരു വശത്ത്, MP രാജേഷ് മറുവശത്ത്, കടകംപള്ളി സുരേന്ദ്രൻ, തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രനും ഒരുപക്ഷെ തിരിച്ചടിയായത് ഈ മുഹമ്മദ് റിയാസുമായുള്ള തർക്കമാണോ? മുഹമ്മദ് റിയാസുമായി നേരിട്ട് പരസ്യമായി നിയമസഭയിൽ അടക്കം ഏറ്റുമുട്ടിയ ആളാണ്, പുറത്ത് പ്രതികരണങ്ങൾ നടത്തിയ ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അത്തരം പല പേരുകളും പല കാരണങ്ങളും ചൂണ്ടിക്കാണുമ്പോൾ